ഇനി നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയാഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനു മുൻപ് തന്നെ നേരത്തെ വോട്ടുമായി ബന്ധപ്പെട്ട കുട്ടിക്കിഴിക്കലാണെങ്കിൽ ഇനി കിട്ടിയ വോട്ടുകൾ കണക്ക് തിരിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നണികളൊക്കെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് ചോർന്നിരിക്കുന്നത്. നിലമ്പൂർ നഗരസഭ, അമരബലം, പോത്തുകൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് CPM-ന് വോട്ട് കുറഞ്ഞത്. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ബൂത്ത് 1-ൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് 3-ാം സ്ഥാനത്തായി. PV അൻവർ അവിടെ 2-ാം സ്ഥാനത്തുമാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇഴകേറി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ അവസാന റൗണ്ടുകളിലേക്കൊക്കെ വരുമ്പോൾ വലിയൊരു മുന്നേറ്റം അവിടെ LDF സ്ഥാനാർത്ഥി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം സ്വരാജിന്റെ സ്ഥലത്തടക്കം വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞത് CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതൊരു ഭരണവിരുദ്ധ വികാരമാണോ തുടങ്ങിയ ചർച്ചകളിലേക്കൊക്കെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് CPM ഇതിനെ വിലയിരുത്തുന്നത്, മറികടക്കാൻ പോകുന്നത്? ജിൽസി, ഇടത് കോട്ടകളാണ് എന്ന് കരുതിയിരുന്ന സ്ഥലത്തെ വോട്ടുകൾ ഉൾപ്പെടെ ചോർന്ന് പോയിരിക്കുകയാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ, അതായത് വോട്ടെണ്ണുന്ന ആദ്യ ബൂത്തിൽ തന്നെ ഈ കാലിടറി ഇടതുപക്ഷം എന്ന് പറയാം. കാരണം ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവാണ് ആദ്യ ബൂത്ത് എന്ന് പറയുന്നത്. ഇവിടെ CPM സ്ഥാനാർത്ഥിക്ക് 128 വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 326-ഉം PV അൻവറിന് 153 വോട്ടുമാണ്. അതായത് PV അൻവറിന് M സ്വരാജിനേക്കാൾ 25 വോട്ട് അധികം ആദ്യ ബൂത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഒരു ആത്മവിശ്വാസം പോകുന്നതിന് കാരണമായി. പിന്നീട് നമ്മൾ ഈ നിലമ്പൂർ നഗരസഭ എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇതിലെ മിക്ക ബൂത്തുകളിലും കോൺഗ്രസിനെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് 169-ാം ബൂത്ത് ചന്തക്കുന്നിൽ ആര്യാടൻ ഷൗക്കത്തിന് 418 വോട്ട് ലഭിച്ചപ്പോൾ സ്വരാജിന് 268 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ മാനവേദൻ സ്കൂൾ നിലമ്പൂർ നഗര ഹൃദയത്തിലുള്ള സ്കൂളാണ്. വെറും 179 വോട്ടാണ് CPM-ന് ലഭിച്ചത്. കോൺഗ്രസിനകത്ത് ആകട്ടെ 473. അതായത് ഈ ബൂത്തിൽ മാത്രം 294 വോട്ടിന്റെ ലീഡാണുള്ളത്. മുക്കട്ട ബൂത്തിൽ 253 വോട്ടിന്റെ ലീഡുണ്ട്. അതോടൊപ്പം തന്നെ കരുളായി ഇടതുപക്ഷം അല്പം മുന്നിട്ട് നിന്ന 118 വോട്ടിന് മാത്രം പഞ്ചായത്ത് തരത്തിൽ നോക്കുമ്പോൾ മുന്നിട്ട് നിന്ന ഈ ദേവദാർ സ്കൂളിൽ 147 വോട്ടിന്റെ ലീഡ് കരുളായിൽ ഉണ്ട്. അമരമ്പലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇവിടെയും മിക്ക ബൂത്തിലും 181 വോട്ടിന്റെ ലീഡ് കോൺഗ്രസിന് 263-ാം ബൂത്തിലുണ്ട്. പോത്തുകല്ലിലെ ഭൂതാലം കോളനി ബൂത്തിൽ 113 വോട്ടിന്റെ ലീഡാണ് UDF-ന് ഉള്ളത്. അതോടൊപ്പം തന്നെ മൂത്തേടത്തും 286 വോട്ടിന്റെ ലീഡ് കോൺഗ്രസിന് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ മിക്ക സ്ഥലത്തും ഇടതുപക്ഷം അവരുടെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് വിചാരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിലൂടെ ഈ എല്ലാ ബൂത്തുകളിലും PV അൻവർ സാമാന്യം ഭേദപ്പെട്ട വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയെല്ലാം തന്നെ PV അൻവറിന്റെ കരുത്തിൽ മാത്രമാണ് LDF ജയിച്ചത് എന്നുകൂടി ഇതിലൂടെ വിലയിരുത്തേണ്ടി വരും. ജിൽസി.